തളിപ്പറമ്പിൽ പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വിശദീകരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പി കെ ശ്യാമളയും ആർ ബിന്ദുവും സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണ്. പാർട്ടി നേതാക്കളുടെ ഭാര്യമാരായി അല്ല അവരെ കാണേണ്ടത്. ജി സുധാകരൻ UDFുമായി നേരത്തെ കരാറുണ്ടാക്കിയെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. CPMന് പാലക്കാട് മത്സരിച്ച് ജയിക്കാനുള്ള വോട്ടില്ലാത്തതുകൊണ്ടാണ് സ്വതന്ത്രനെ മത്സരിപ്പിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമെല്ലാം കഴിഞ്ഞു. ഇത്ര നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എത്രത്തോളം ഗുണമാകും? നേരത്തെ എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കേണ്ടുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ടൈമാണ്. ഇനി അതിനപ്പുറത്തേക്ക് പോകാൻ സമയമില്ല. കാരണം ഒരു മാസമില്ല. കോൺഗ്രസും BJP ഒക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അല്ല, അവരുടെ ഇടയിലുള്ള കുഴപ്പം ഇനിയും തീർന്നിട്ടില്ല. അവരുടെ പടക്കൊക്കെ തന്നെ കുഴപ്പമാണ്. അവർക്കിതിൽ വലിയ കാര്യമില്ലല്ലോ. ഞങ്ങളാണല്ലോ വീണ്ടും മൂന്നാമത്തെ ടൈമും അധികാരത്തിൽ വരേണ്ട ഒരു പുതിയ ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്ന സംഭവത്തിന് സാക്ഷ്യം വഹിക്കേണ്ടവർ. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെല്ലാം രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ? കേരളത്തിൽ വികസനം തന്നെയാണ്. രണ്ട് കാര്യമാണ്. ഒന്ന് വിദ്യാഭ്യാസ മേഖല, മറ്റൊന്ന് ആരോഗ്യ മേഖല, മറ്റൊന്ന് സേവന മേഖല. ഈ മൂന്ന് മേഖലയിൽ ഉണ്ടായിട്ടുള്ള ലോകോത്തരമായ കുതിപ്പ്. ഗവൺമെൻറ് വിരുദ്ധ വികാരം ഉണ്ട് എന്നാണ് ഇവർ ആദ്യം പറഞ്ഞത്. കനവൂർ പറഞ്ഞു അതില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇല്ല എന്ന് ഇവർ അംഗീകരിക്കുന്നില്ല. ഇല്ല എന്നാൽ മാത്രമല്ല, ഗവൺമെൻറ് അനുകൂലമായ ഒരു മാനസികാവസ്ഥയാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. തളിപ്പറമ്പിലെയും ഇരിങ്ങാലക്കുടയിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ് കുടുംബാധിപത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിപ്പം തന്നെ പ്രചാരണം ഇങ്ങനെ നടത്തുന്നുണ്ട്. അതിന് ഏത് രീതിയിൽ അതിജീവിക്കാൻ CPMന് കഴിയും? ഉത്തരം നൽകാം. സ്വതന്ത്ര വ്യക്തിത്വമുള്ളവരാണ് ഇവരെല്ലാം. അത്രയേ ഉള്ളൂ മറുപടി. അപ്പോൾ പക്ഷേ CPMനകത്ത് തന്നെ തളിപ്പറമ്പിൽ നിന്നൊക്കെ ആദ്യഘട്ടത്തിൽ വിമർശനങ്ങളൊക്കെ വന്നിരുന്നല്ലോ ഈ വിഷയത്തിൽ. അതൊക്കെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളൊക്കെ പാർട്ടി തന്നെ പരിഹരിച്ചോളൂ. ജി സുധാകരനുമായി ബന്ധപ്പെട്ടൊക്കെ സമീപ ദിവസങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു എത്ര പറഞ്ഞാലും CPMന്റെ ഒരു ക്ഷീണമല്ലേ അത്? കാരണം എത്രത്തോളം ഞങ്ങൾക്ക് ഒരു ക്ഷീണവുമില്ല. സുധാകരൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിയിൽ നിന്ന് നേരത്തെ പോയി UDFുമായിട്ട് കരാറുണ്ടാക്കി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരാളാണ്. ആ UDF ആയിട്ടേ കണക്കാക്കേണ്ടിയുള്ളൂ. UDF ആയിട്ട് മാത്രമേ കണക്കാക്കേണ്ടുള്ളൂ. UDFനെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മത്സരിച്ചതാണ്. UDFനെ നിശ്ചിതമായിട്ട് തോൽപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം അതിനേക്കാൾ ശക്തിയായിട്ട് ഞങ്ങൾ തോൽപ്പിക്കും. അത്രയേ ഉള്ളൂ. ശരി. അപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ മാഷിനെങ്കിലും ഒന്ന് ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കാനോ അങ്ങനെ എന്തെങ്കിലും ശ്രമം നടത്തുമോ? അല്ലെങ്കിൽ എല്ലാ ഘട്ടത്തിലും എല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. ആരൊക്കെ ഇടപെടണോ അവരൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അദ്ദേഹം UDF ആവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. ഈ വിസ്മയങ്ങളാണല്ലോ ഇപ്പോൾ കോൺഗ്രസ് സജീവ ചർച്ചയാകുന്നത്. ഈ വിസ്മയം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ കണ്ണൂർ വിസ്മയം. അത് കണ്ടാൽ മതി. എല്ലാ ചാനലിലും ഉണ്ട് വിസ്മയം. സുധാകരൻ്റെ ഒരു വിസ്മയമായി മാറും. സുധാകരൻ്റെ വിസ്മയം കണ്ടാൽ മതി. K സുധാകരൻ്റെ. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി ഇന്നിപ്പോൾ ഞാൻ കാണുമ്പോൾ അദ്ദേഹം കരിയാണ്. കണ്ണൂർ സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നു കൊണ്ട് അദ്ദേഹം പരസ്യമായിട്ട് രാജ്യത്തോട് കരയുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതാണ് കോൺഗ്രസിൻ്റെ വിസ്മയം. VD സതീശനോട് പറയേണ്ട കാര്യം ഇതാണ് നിങ്ങളുടെ വിസ്മയം. ഈ പലയിടത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ പാലക്കാട് ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവിടെ സരിനെ ഒരു തവണ കൂടി പരിഗണിക്കാത്തത്? അത് ഞങ്ങൾ അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയുള്ളൂ. സ്വതന്ത്ര സ്ഥാനാർത്ഥി ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നു. ഒരു ഫാക്ടറും ഇല്ല. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കില്ല അവിടെ. അതന്നെ കാര്യം. വേറെന്ത് ഫാക്ടർ? ഞങ്ങൾ മത്സരിച്ച CPMൻ്റെ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ജയിക്കാൻ ഉള്ള വോട്ട് നമുക്ക് അവിടെ ഇല്ല. അപ്പോൾ സ്വതന്ത്രമായിട്ട് മത്സരിച്ചാൽ അവരുടെ കൂടി വോട്ട് ചേരുമ്പോൾ ഞങ്ങൾ ജയിക്കും. അങ്ങനെയാണ് കാര്യം. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുള്ളത്. ഒപ്പം തന്നെ സമീപകാലത്തുണ്ടായ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ നിലപാടും കൂടി വ്യക്തമാക്കുന്നുണ്ട്. ജയേന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.